സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്തോഷം ആഘോഷിക്കാൻ നാം ഒത്തുകൂടുമ്പോൾ അതോടൊപ്പം ഉണ്ടായ മഹത്തായ ത്യാഗത്തെ, പ്രത്യേകിച്ച് മറിയത്തിൻ്റെ നിശബ്ദ യാതനകളെ അവഗണിക്കുവാൻ കഴിയില്ല. തൻ്റെ നവജാത പുത്രനെ താങ്ങിപ്പിടിക്കുന്ന മേരിയുടെ ചിത്രം സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒന്നാണ്. എന്നിട്ടും ഈ നിമിഷത്തിലേക്കുള്ള അവളുടെ യാത്ര വളരെ എളുപ്പമായിരുന്നില്ല എന്ന് നാം ഓർക്കണം. ഒരു യുവതി എന്ന നിലയിൽ മേരി ഗർഭിണിയായിരിക്കുമ്പോൾ വളരെയധികം കഷ്ടപ്പെടുകയും പ്രസവ സമയത്ത് ശാരീരിക വേദന സഹിക്കുകയും ചെയ്തു. പക്ഷേ അവളുടെ കഷ്ടപ്പാടുകൾ കേവലം ശാരീരികം മാത്രമല്ല, അനിശ്ചിതത്വവും ഭയവും തൻ്റെ മകൻ്റെ അസാധാരണമായ വിധിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അവബോധവും അവളുടെ ഹൃദയത്തെ തുളച്ചു കയറി. തൻ്റെ കൈകളിലെ ശിശുവായ യേശുവിനെ നോക്കുമ്പോൾ എല്ലാവരുടെയും രക്ഷയ്ക്കായി ഈ കുട്ടി ഒരു ദിവസം വളരെയധികം കഷ്ടപ്പെടുമെന്ന് അവൾ മനസ്സിലാക്കി. അവളുടെ കഷ്ടപ്പാടുകൾ തൊഴുത്തിൽ അവസാനിച്ചില്ല. ശിമിയോൻ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞതുപോലെ ഒരു വാൾ അവളുടെ ആത്മാവിനെ തുളച്ചു കയറുമെന്ന്. എന്നിരുന്നാലും ഇതിലെല്ലാം മറിയം ദൈവത്തിൽ നിന്നകന്നില്ല. ദുഃഖവും വേദനയും സഹിക്കേണ്ടി വന്നപ്പോഴും അവൻ്റെ പദ്ധതിയിൽ വിശ്വസിച്ചുകൊണ്ട് അവൾ അവൻ്റെ ഇഷ്ടത്തെ ധൈര്യത്തോടെ സ്വീകരിച്ചു. ഈ ക്രിസ്തുമസ് നമ്മുടെ രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സന്തോഷവും കഷ്ടപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇഴചേർന്ന് കിടക്കുന്നുവെന്ന കാര്യം മറക്കരുത്. മറിയത്തെ പോലെ നമ്മളും ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കഷ്ടപ്പാടുകളിൽ ദൈവം നമ്മോടൊപ്പമുണ്ട്. വേദനയുടെ നടുവിൽ പ്രത്യാശയുടെ വാഗ്ദാനം ഉണ്ടെന്ന് മേരിയുടെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നു. കാരണം അവളുടെ സഹനത്തിലൂടെ ലോകരക്ഷകനെ നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നു. ആരാണ് ഇതുവരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കാത്തത്? ആർക്കും അത് നിഷേധിക്കാനാവില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാം ഈ ജീവിതത്തെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ ക്രിസ്തുമസ് വേളയിൽ കഷ്ടതയുടെ ഈ വശത്തെക്കുറിച്ച് നമുക്ക് വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. ദൈവത്തോടുള്ള മറിയത്തിൻ്റെ അതേ അനുസരണത്തിൻ്റെ ഒരു നിമിഷം എന്ന നിലയിലല്ല, മറിച്ച് ആഴത്തിലുള്ള സ്നേഹപ്രവൃത്തിയായി നമുക്ക് ഓർക്കാം. കൂടാതെ നമ്മുടെ വേദനയിലും അവൻ എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ടെന്നറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പരീക്ഷണ സമയങ്ങളിൽ ദൈവഹിതം ഉൾക്കൊള്ളാൻ അവളുടെ മാതൃക നമ്മെ പ്രചോദിപ്പിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ 1000 മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു.